One Cable Solution LNBയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നത്. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. അതായത് വൺ കേബിൾ സൊല്യൂഷൻ LNBയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര റിസീവർ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. 4, 8, 10 എത്ര റിസീവർ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് അറ്റ് എ ടൈമിൽ ഉപയോഗിക്കാം. അത് ഒരേ ടൈമിൽ തന്നെ നമുക്ക് കാണാം. അതാണ് വൺ കേബിൾ സൊല്യൂഷൻ LNBയുടെ പ്രത്യേകത. നോർമൽ LNBയിൽ അത് പറ്റില്ല. അത് പറ്റും ഒരേ ട്രാൻസ്പോണ്ടർ, അതായത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അടുത്ത സ്ഥലത്തും ഹൊറിസോണ്ടൽ ആയിരിക്കണം, വെർട്ടിക്കൽ ആണെങ്കിൽ അടുത്ത സ്ഥലത്തും വെർട്ടിക്കൽ ആണെങ്കിൽ മാത്രമേ നോർമൽ LNB വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ നോർമൽ LNB ആ ഒരു വർക്ക് ചെയ്യാത്തതിന്റെ റീസൺ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, നാളെ തന്നെ അത് അപ്ലോഡ് ചെയ്യും. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ സീബാൻ്റെ 6 ഫീറ്റ് ഡിഷാണ്. സോളിൻ്റെ വൺ കേബിൾ സൊല്യൂഷൻ LNB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്റൽസാറ്റ് 20 സാറ്റലൈറ്റ് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇന്റൽസാറ്റ് 20 സാറ്റലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് കാണിക്കുന്നത്. സോളിൻ്റെ തന്നെ 2 വീഡിയോ മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. സോളിൻ്റെ തന്നെ 4-വേ സ്പ്ലിറ്റർ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. 2-വേ സ്പ്ലിറ്റർ മതി. ഇപ്പം നമ്മൾ 2 ഔട്ട് വെറുതെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് 2 dB മീറ്ററിലേക്കാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ട്രാൻസ്പോണ്ടർ 2 മീറ്ററിലും ഒരുപോലെ വർക്ക് ചെയ്യണം. അതാണ് കുറച്ച് പേരിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്. ഒരേ ട്രാൻസ്പോണ്ടർ വർക്ക് ചെയ്യും, നോർമൽ LNBയിലും വർക്ക് ചെയ്യും, പക്ഷേ ഡിഫറെന്റ് ട്രാൻസ്പോണ്ടർ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് വൺ കേബിൾ സൊല്യൂഷൻ LNBയിൽ വർക്ക് ചെയ്യോ എന്നാണ് കുറച്ച് പേരുടെ ഡൗട്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോളിൻ്റെ SF810 Pro എന്ന് പറഞ്ഞ dB മീറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ 2 എണ്ണം. നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു 4 ഔട്ട് എടുത്തിട്ട് സെറ്റ് ഓഫ് ബോക്സ് വെച്ചിട്ട് തന്നെ ചെയ്തിരുന്നു. 4 സെറ്റ് ഓഫ് ബോക്സ് വെച്ചിട്ട് തന്നെ നമ്മുടെ മോണിറ്ററിലും ലാപ്ടോപ്പിലൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. അതിനകത്താണ് ഒരുപാട് ഡൗട്ട് വന്നത്. ഇതുപോലെ തന്നെ ഒരേ ട്രാൻസ്പോണ്ടർ വർക്ക് ചെയ്യും, പക്ഷേ ഡിഫറെൻറ്റ് ട്രാൻസ്പോണ്ടർ ഒന്നെങ്കിൽ 2 ഹൊറിസോണ്ടൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 2 വെർട്ടിക്കൽ വർക്ക് ചെയ്യും. വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് ഒരേപോലെ വർക്ക് ചെയ്യത്തില്ല. അതിൻ്റെ ഒരു ഡൗട്ടാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. ഞാനെന്തായാലും സാറ്റലൈറ്റ് dB മീറ്ററിൽ സ്കാൻ ചെയ്യുകയാണ്. ഒരു മീറ്ററിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞു, അടുത്തതിനകത്ത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്ലൈൻഡ് സ്കാൻ ആണ് ചെയ്തത്. അതായത് ഓൾറെഡി നമ്മൾ സിഗ്നൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു dB മീറ്ററിൽ നമ്മൾ ട്രാൻസ്പോണ്ടർ 2 ഇട്ട് നോക്കി സിഗ്നൽ കറക്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബ്ലൈൻഡ് സ്കാൻ ചെയ്തു ഒരെണ്ണത്തിലും. അടുത്തതിനകത്ത് നമ്മൾ പിന്നെ സിഗ്നൽ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം സ്പ്ലിറ്റ് ചെയ്തെടുത്തിരിക്കുമല്ലേ. 4-വേ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്, 4 ഔട്ടിൻ്റെ സ്പ്ലിറ്റ് ഇട്ടിട്ട്. അപ്പോൾ പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. 2 മീറ്ററിൽ ഞാൻ ബ്ലൈൻഡ് സ്കാൻ ചെയ്തു. ചാനൽ സ്റ്റോക്കാണ്. ഇനി എന്തായാലും ഞാൻ 2 dB മീറ്ററിലും ചാനൽ കാണിക്കാം, പ്ലേ ചെയ്ത് കാണിക്കാം. 2 ഡിഫറെൻറ്റ് ചാനൽ, അതായത് ഒന്ന് ഹൊറിസോണ്ടൽ പൊളാരിറ്റിയിൽ വരുന്നതും ഒന്ന് വെർട്ടിക്കൽ വരുന്നതും 2 ഡിഫറെൻറ്റ് ചാനൽ കാണിക്കാം. ഇതിപ്പോൾ വെർട്ടിക്കൽ ട്രാൻസ്പോണ്ടറിൽ വരുന്നതാണിത്. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഈ dB മീറ്റർ ആണ് വെർട്ടിക്കൽ ട്രാൻസ്പോണ്ടറിന്റെ ചാനൽ നമ്മളിപ്പോൾ കാണിക്കുന്നത്, ഒരു ഫ്രീ ടു ചാനൽ കാണിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന dB മീറ്ററിൽ നമ്മൾ ഹൊറിസോണ്ടൽ ട്രാൻസ്പോണ്ടറിന്റെ ചാനലാണ് കാണിക്കുന്നത്. വൺ കേബിൾ സൊല്യൂഷൻ LNBയുടെ വേറൊരു വീഡിയോ കൂടെ ഉള്ളത്, ഞാൻ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ നോക്കിയാൽ മതി. അന്ന് നമ്മൾ 4 സെറ്റ് ഓഫ് ബോക്സ് വെച്ച് ചെയ്തപ്പോൾ ഒരേ ട്രാൻസ്പോണ്ടർ തന്നെയാണ് എല്ലാത്തിലും ഇട്ടിരുന്നത്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഡിഫറെൻറ്റ് ട്രാൻസ്പോണ്ടർ ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ കൂടെ ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ കുറച്ച് എഫേർട്ട് ആവശ്യമാണ്, കാരണം 2 dB മീറ്റർ അതിൻ്റെ കണക്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് അത്ര വയറും അതൊക്കെ ഫുള്ള് വേണം. അപ്പോൾ 4 എണ്ണം വെച്ച് ചെയ്തത് നല്ല ടഫായിട്ടാണ് ചെയ്തത്. കുറച്ചധികം ടൈം എടുത്തു അത് ചെയ്യാനായിട്ട്. 4 സെറ്റ് ഓഫ് ബോക്സ് കണക്ട് ചെയ്ത് 4 കേബിൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് സമയം എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത്രയും ചെയ്യാത്തത്. ഇപ്പോൾ ജസ്റ്റ് ഒരു കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ 2 dB മീറ്ററും, അതായത് സോളിൻ്റെ SF810 Pro എന്ന് പറഞ്ഞ വീഡിയോ ഡിസ്പ്ലേ dB മീറ്റർ ആണ്. 5000 mAh ബാറ്ററി ബാക്കപ്പ് വരുന്ന നല്ല dB മീറ്റർ ആണിത്. ഈ ഒരു വീഡിയോ ഡിസ്പ്ലേ dB മീറ്റർ 2 എണ്ണം ഒന്നിച്ച് വെച്ചിട്ട് ആ ഒരു ചാനലിൻ്റെ പ്രിവ്യൂ കാണിക്കുകയാണ്. 2 ചാനലും 2 ഡിഫറെൻറ്റ് പൊളാരിറ്റിയിലുള്ള ചാനൽ ഒന്നിച്ച് പ്ലേ ചെയ്യുന്നൊരു വീഡിയോ കൂടെ കാണിക്കുകയാണ്. ഞാൻ എന്നിട്ട് ഓവറോൾ ഒരു വീഡിയോ കാണിക്കുകയാണ്. അതായത് നമ്മുടെ ആ ഒരു ഇൻസ്റ്റലേഷൻ സെറ്റപ്പ്, 2 dB മീറ്റർ, ഡിഷ്, വൺ കേബിൾ സൊല്യൂഷൻ LNB ഒന്നുകൂടെ കാണിക്കുകയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.